ഹലോ, അപ്പോൾ വെൽക്കം ടു അദ്രിയാസ് വ്ളോഗ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഒരാൾ ഇവിടെ സ്ലാബ് കയറി ഇരിക്കുന്നുണ്ട്. എന്തിനാണ്? ഓ, ചെറുനാരങ്ങ എടുത്ത് നക്കണതാണ് ഈ കാണുന്നത്. പൊളിയുണ്ടോ? പൊളിയുണ്ടോ? നല്ല പൊളിയുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരാളും കൂടി എൻ്റെ കൂടെ കിച്ചണിൽ കയറിയിട്ടുണ്ട്, സ്ലാബ് കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പോർക്ക് ഫ്രൈ, ഡ്രൈ ഫ്രൈ ആണ് ഞാൻ വെക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അദ്രിക്കുട്ടിക്ക് കുഞ്ഞടക്കള വരും. അദ്രിക്കുട്ടിക്ക് ഞാനൊരു ചെറിയൊരു മിനി കിച്ചൺ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ആമസോണിൽ. അപ്പോൾ അത് വരും എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാളയാണ് എടുത്തിരിക്കണേ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഒരുമിച്ച് നമുക്ക് ഇട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ നമ്മുടെ സവാള സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടാണ് ചെയ്യണത്. അരഞ്ഞാലും കുഴപ്പമില്ല, നല്ല വെള്ളം ഫൈൻ പോലെ അരയണ്ട, ഒന്ന് ചതച്ചെടുക്കുന്ന രീതിക്ക് നമ്മുടെ സവാളയും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ച് എടുക്കാം. അപ്പോൾ ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പോർക്ക് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തതും, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്തിരി കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി നമുക്കത് മിക്സ് ചെയ്യാം. നന്നായി അത് ഇളക്കിയെടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ഞാനൊരു അര തക്കാളി കൂടി അരിഞ്ഞിടുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഒരു അര തക്കാളി പീസാക്കി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പോർക്ക് വിസിലടുപ്പിക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ഞാൻ ഫ്ലെയിം ലോ ആക്കിയിട്ട് 3 വിസിലും കൂടി അടുപ്പിച്ചിട്ടുണ്ട്. വലിയ മൂപ്പില്ലാത്ത പോർക്കായതുകൊണ്ട് 4 വിസിലിൽ എനിക്ക് കറക്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വിസിൽ വന്നിട്ട് നമ്മുടെ പോർക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നെയ്യ് ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിനി അത് കാച്ചാം. അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. നന്നായി അതിൻ്റെ പച്ചമുളകൊക്കെ പോയി നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് സോട്ട് ചെയ്യാം. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ സവാള ചതച്ച് വെച്ചത് അതും കൂടി ഇട്ട് നന്നായി ഇളക്കി നന്നായി ബ്രൗൺ കളർ ആവണ വരെ നന്നായി നമുക്കതും സോട്ട് ചെയ്തെടുക്കാം. സവാള ഇത്തിരി സമയം എടുക്കും സോട്ട് ചെയ്ത് വരാനായിട്ട്. ആ സമയമാകുമ്പോൾ നമുക്കൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഓൾറെഡി പോർക്കിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഞാൻ വേറെ ഇടണില്ല. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ പോർക്കിൻ്റെ സ്റ്റോക്കൊന്ന് ഒഴിച്ച് ഇളക്കിയെടുക്കാവുന്നതുള്ളൂ, അതും ചെയ്യാം. അപ്പോൾ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് നെയ്യോട് കൂടി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് നമുക്കിതിലേക്ക് നമ്മുടെ ഈ മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി നമുക്കത് ഇളക്കിയെടുക്കാം. നെയ്യോട് കൂടി തന്നെ ഒഴിക്കണം. നെയ്യ് സമയത്ത് ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ചിലവരങ്ങനെ നെയ്യ് ഒഴിച്ച് കളയും. പക്ഷേ നെയ്യ് ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും, നമുക്ക് ആ പോർക്കിൻ്റെ എക്സാക്ട് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ നെയ്യോട് കൂടി തന്നെയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കാം. നന്നായി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വീണ്ടും നെയ്യ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി എടുക്കുക. നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക. അടികട്ടിയുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിന്നോളും. ഈ നെയ്യ് അവിടെ സൈഡിൽ ഇങ്ങനെ പിടിച്ച് നിന്ന് ജസ്റ്റ് നമുക്ക് ആ പോർക്ക് മാത്രം ഇങ്ങനെ ഫ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ആ സമയത്ത് ഞാൻ ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി നമ്മുടെ പോർക്ക് ഈ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഇത്തിരി നെയ്യ് ബാക്കി ഉണ്ടാവും, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് തെക്കി കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ പോർക്ക് ഇവിടെ റെഡിയാണ്. നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി ഇരുന്ന് ഒന്നും കൂടി ഒന്ന് സെറ്റാവും, ഒന്നും കൂടി കുറച്ച് കളറ് വരും. അപ്പോൾ ഇത്ര ഉള്ളൂ. ഇത്തിരി മല്ലിയിലും വേപ്പിലൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പോർക്ക് ഫ്രൈ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.